ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു ക്യൂൻസ് ഗാലറി. ഹലോ, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജബൽ അഫീദിൻ്റെ താഴെ ഗ്രീൻ മുബസ്രയിലുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അവിടെ വന്ന് അൽഫാമൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടൊക്കെ പോകുന്നതാണ്. നല്ല തണുപ്പുള്ള ടൈമാണ് കേട്ടോ. നല്ല തണുപ്പുള്ള ടൈമിലാണ് വന്നത്. പക്ഷേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറേ ടൈം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് മടിയുള്ള ആളാണ്. അതുകൊണ്ട് ഒരുപാട് വീഡിയോ ഇനിയും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓരോന്നിങ്ങനെ ഇടയ്ക്ക് ഫോണ് ക്ലിയർ ആക്കാൻ വേണ്ടി അപ്ലോഡ് ചെയ്യണതാണ്. അപ്പോൾ ഞങ്ങൾ ഗ്രീൻ മുബസ്സറയിൽ എത്തിയിട്ട് നമുക്ക് കുറച്ച് അൽഫാം ഉണ്ടാക്കാനുള്ള സ്ഥലം തരണം. പക്ഷേ ഞങ്ങൾ ശനിയാഴ്ച രാത്രി കൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. കാരണം ഞായർ ലീവിൻ്റെ സമയമാകൊണ്ട് വെള്ളിയാഴ്ച ഫുള്ളായിരിക്കും. അപ്പോൾ ഞങ്ങൾ വന്ന് ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുന്നുള്ള ഒരു ഫാമിലി പോയിട്ട് അതിനുശേഷം കിട്ടി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് കണലായി കിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇക്കയും ഫൈസലും കൂടെയാണ് കേട്ടോ കണലുണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ നല്ല വീശിയിട്ട് അവർ നല്ല കണലുണ്ടാക്കലാണ്. ആ ടൈമിൽ ഇതാ കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ആദ്യം ഷട്ടിൽ ബാറ്റിലെടുത്തേക്ക് ഇന്നു കൂടെ കൂടി. അപ്പോൾ ഇന്നും നെജിലൊക്കെ കൂടെ ഒന്ന് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കളിച്ചൊന്ന് സെറ്റായി ഇരിക്കുമ്പോഴേക്കും ഇതാ നമ്മൾ കണലൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ മസാലയൊക്കെ നമ്മളെ ഫൈസലാണ് കേട്ടോ മസാലയൊക്കെ പറ്റിയിട്ടുള്ളത്. അൽഫാമിൻ്റെ സ്പെഷ്യൽ മസാലയൊക്കെ ആയിട്ട് ചിക്കനൊക്കെ അവർ തന്നെ കൊടുത്തിട്ട് മസാലയൊക്കെ പറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ കണലൊക്കെ ആയി ഗ്രില്ലിലാക്കിയിട്ട് ഇതാ അത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ ഇക്ക് ഫൈസലും കൂടെ അത് കണലാക്കിയിട്ടൊന്നും ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കണം. നല്ല കാറ്റുണ്ടാകൊണ്ട് കൂടുതലൊന്നും വീശേണ്ടി വന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. അപ്പോൾ അത് വരേക്കും അതാവുന്നവരേക്കും വീണ്ടും ഞങ്ങളിങ്ങനെ അപ്പോൾ അതിന് ഇന്നും എന്തിനോ ഒന്ന് ചെറുതായി ഒന്ന് തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളുടെ അടുത്തൊന്ന് വന്നിരുന്നതാണ്. ഷട്ടിൽ വാങ്ങിയതിന് കാരണം തോന്നുന്നുണ്ട്. പിന്നെ വീണ്ടും കളിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ നീറ്റ് വന്നു. പിന്നെ അല്ല വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവളാട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതാ ഞങ്ങൾ കളിക്കുകയാണ്. ഞാനും നജിലും കൂടെ ഒന്ന് കളിച്ച് കുറച്ച് നേരമൊക്കെ ഞങ്ങൾ അൽഫാം ആവുന്നവരെ ഇക്കി ഫൈസലുമാണ് അൽഫാമൊക്കെ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ കളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെ കളി ഏകദേശം കുറച്ചൊക്കെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ അങ്ങനെ കളിച്ച് കഴിഞ്ഞേക്ക് ഫൈസൽ വന്നു. പിന്നെ നജിലും ഫൈസലും കൂടെ ആയിരുന്നു. അവരും കുറച്ച് നേരമൊക്കെ അങ്ങനെ കളിച്ച് നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഒരു രാത്രി 1 മണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോരുമ്പോൾ. അപ്പോൾ അത് അൽഫാം ഏകദേശം ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇന്നും തെറ്റി വന്നിരുന്നു. ഫോൺ വാങ്ങിയത് കാരണം ഫോൺ വീഡിയോ എടുക്കലേന് ഞാൻ എടുക്കാൻ പറഞ്ഞ് വാങ്ങിയപ്പോൾ അവൾ വീണ്ടും തെറ്റിയിട്ട് തിരിഞ്ഞിരുന്ന് നിൽക്കണം. അപ്പോൾ അതാ നമ്മളെ അൽഫാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യമായിട്ട് ഗ്രില്ല് ചെയ്യാണ്ടായിരുന്നു ചിക്കന്. അപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഇതാ ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. നമ്മളെ ചിക്കന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചിക്കൻ്റെ കഴിഞ്ഞിട്ട് ഇനി അവർ ഫിഷ് കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഫിഷ് കൂടി ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഫിഷും 2 ഉണ്ട് കേട്ടോ. അപ്പോൾ അതും അവർ തന്നെയാണ് മസാല പറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഫിഷ് ഒന്ന് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. കിത്താബാക്കിയിട്ട് മസാലയൊക്കെ പറ്റിയിട്ട് അവർ കൊടുക്കുന്നതാണ്. അപ്പോൾ അതും ഗ്രില്ലിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെട്ടെന്ന് ആയിക്കിട്ടും കേട്ടോ. ഫിഷൊക്കെ ചിക്കനേക്കാട്ടും കൂടുതൽ പെട്ടെന്ന് ആയിക്കിട്ട ഫിഷാണ്. അപ്പോൾ അതിൻ്റെ മേലെ സ്വീറ്റ് കോൺ ഉണ്ടല്ലോ അത് അത് വെച്ചിട്ടുണ്ട് വേറൊരു ഗ്രില്ലിൽ. ഞങ്ങൾ കൊടുന്ന ഗ്രില്ലിൽ അത് വെച്ചിട്ടുണ്ട്. താഴെ നമ്മൾ ഇതാക്കുകയും ചെയ്തു. ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അത് ഗ്രില്ല് ചെയ്യാൻ വെച്ച ശേഷം തന്നെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഗ്രില്ലാവുന്നവരെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മളെ ഫിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് വെജിറ്റബിൾ കൂടി ഒന്ന് ചുട്ടെടുക്കാനുണ്ട്. അപ്പോൾ വെജിറ്റബിളും അതിൽ കുറച്ച് സ്വീറ്റ് പൊട്ടാറ്റോ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിങ്ങനെ ഇരിക്കുമ്പോൾ കണ്ടോ ആ റോട്ടിലൂടെ നമ്മുടെ ഒരു ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോ. കുട്ടികളും എല്ലാവരും ഫുള്ള് ചുറ്റിക്കറങ്ങി കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതങ്ങനെ പോയി. അപ്പോൾ നമ്മളെ വെജിറ്റബിളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ സലാഡൊക്കെ വെട്ടി കൊടുത്തിട്ടുണ്ട്. അമ്മൂസ് അതൊക്കെ അവരുണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ സാധാ പൊട്ടാറ്റോ കിഴങ്ങുണ്ടല്ലോ, സാധാ കിഴങ്ങ് അത് ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലൊന്ന് ഉടച്ചെടുത്തിട്ട് ആ ഉടച്ചെടുത്തതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ കുറച്ച് സൈത്തൂൻ കൂടി ഒഴിച്ചിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയോ കേട്ടോ. അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഇത് ഇവിടെ നിന്നാണ് ഉണ്ടാക്കിയത്. ബാക്കിയൊക്കെ അവരുണ്ടാക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു സലാഡും അതുപോലെ അമ്മൂസും ഇതൊക്കെ. അപ്പോൾ എന്തായാലും ഇനി ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഫുഡ് എന്തായാലും നല്ല തണുപ്പിൽ ഒരു 12 മണിക്ക് ശേഷമാണ് ഇപ്പോൾ ഞങ്ങൾ അൽഫാമൊക്കെ ആക്കിയിട്ട് കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നൂസും നല്ല കഴിക്കുന്നത്. ഇന്നൂസിന് ഇഷ്ടമായി ചോദിച്ചപ്പോൾ ഇഷ്ടമായി എന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിച്ച് ഞങ്ങളിതാ വീട്ടിലേക്ക് പോകാൻ നല്ല തണുപ്പാണ്. 1 മണിയൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ പോകാൻ റെഡി ആവുകയാണ് ഒക്കെ എടുത്ത് വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ.
അപ്പോൾ ഇതിന് ശേഷം ഇതൊരു ശനിയാഴ്ചയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നു. പിറ്റത്തെ സൺഡേ ഞായറാഴ്ച ഞങ്ങൾ വീണ്ടും ഒന്നുകൂടി ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് ഞങ്ങൾ ഒറ്റക്കൊന്നല്ല കേട്ടോ, ഇവരെ ഷോപ്പിലെ എല്ലാ സ്റ്റാഫുകളും വെച്ചിട്ടാണ്. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം ഞാനിതിൽ കാണിക്കുന്നുണ്ട്, അതുകൂടി ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ അതാ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അവരെല്ലാവരും ഫൈസലും നോഫലും അങ്ങനെ എല്ലാ സ്റ്റാഫുകളും എത്തിയിട്ടുണ്ട്. ഫൈസലും നോഫലും അവരുടെയാണ് കേട്ടോ ഷോപ്പുള്ളത്. അവർക്കൊരു 4-5 ഷോപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിലുള്ള എല്ലാ സ്റ്റാഫുകളും വിളിച്ചിരിക്കണം. അതിൽ എന്നാൽ തന്നെ എല്ലാവരും എത്തിയിട്ടില്ല, പകുതി ആളെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചിക്കനൊക്കെ കൊടുന്ന് അപ്പം വേഗം ആവാൻ വേണ്ടിയിട്ട് 12 ചിക്കൻ ആയിക്കിട്ടുണ്ട്. ഇതാ ഒരാൾ ഇതാ ഗ്രില്ലിലൊക്കെ ആക്കിയിട്ട് നിഷാദ് അടുത്തവിടെ കനലാക്കണത് കാലിയുണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാട്ടോ. അപ്പോൾ ഞാൻ ഈ ചിക്കൻ കൊണ്ട് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് നിഷാദ് പോകുന്നുണ്ട് അടുത്ത ഗ്രില്ല് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പം ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്, പെട്ടെന്നായി കിട്ടാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുട്ടികളൊക്കെ കളിക്കുന്ന ഭാഗത്ത് ഊഞ്ഞാലാടായിരുന്നു ഇന്നൂസ്. അപ്പോൾ ഞങ്ങളിതാ അവിടെ ഒന്ന് പോയി എന്നിട്ട് അവൾ കുറച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ കളിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ നല്ല പണിയില്ല, ഞങ്ങൾക്ക് പണിയൊന്നുമില്ല കേട്ടോ, ഫുള്ള് അവരാണ് ചെയ്യുന്നത്. ഞങ്ങളിവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇരുന്ന് കുറച്ച് ഷട്ടിലൊക്കെ വീണ്ടും ഞങ്ങൾ കുറച്ച് ഷട്ടിലൊക്കെ കളിച്ച് അങ്ങനെ ഇരുന്നു. നല്ല തണുപ്പല്ല, പക്ഷെ നല്ല കാറ്റുണ്ടായിരുന്നു. അന്ന് ഷട്ടിൽ കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, വിചാരിച്ചിടത്തേക്ക് ഒന്നും പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഇവിടെ അൽഫാമൊക്കെ റെഡി ആക്കി കൊടുന്നപ്പോഴത്തേന് ഇവിടെ സലാഡൊക്കെ സെറ്റാക്കി വെട്ടിയിട്ട് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മൂസൊക്കെ ഇവിടെ വന്ന് സെറ്റ് ചെയ്യാണ്. അമ്മൂസ് അവർ ടിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് മെയിൻ ആൾ ഇവനാണ് കേട്ടോ, കുക്കിൻ്റെ ആളാണ് അവൻ, കുക്കാണ്. അപ്പോൾ എന്തായാലും ഇതാ കടയിലുള്ളതാണ് പുതിയ സ്റ്റാഫ്. ആദ്യം അവന് അറബി വീട്ടിലായിരുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് അമ്മൂസൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ നല്ല അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്യണം, നല്ല രസമുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ അത് വെളുത്തുള്ളി പേസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ടിന്ന് വാങ്ങിയതാണെന്നു. അത് ഇതാ ഓരോ പാത്രത്തിൽ ഓരോ ബൗളിലും ആക്കിയിട്ട് ഇതുപോലെ അടിപൊളിയായിട്ട് ഡെക്കറേഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുണ്ടോ, പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ കുറച്ച് സലാഡ് വെട്ടിയത്, കുറച്ച് സൈത്തൂൻ ഓയിൽ ഒഴിച്ചിട്ട് ഇതാ അതുപോലെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അവരിത് ചെയ്യണത് കുറേ പേര് ഇങ്ങനെ നോക്കി കണ്ടോ, എല്ലാവരും നോക്കി ഓരോന്ന് സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതാ സലാഡും അതുപോലെ ഇതാ കണ്ടോ അമ്മസ് കുറേ എണ്ണ അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ ഭാഗത്ത് കട്ടൻ ചായ കുടിക്കണമെന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കുറേ ആളിതാ അവിടെ കളിക്കണുണ്ട്. അങ്ങനെ എല്ലാവരും നല്ല എൻജോയ്മെൻറ്റിലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ എല്ലാം റെഡി ആയിട്ട് എല്ലാവരും ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അൽഫാം ഉണ്ടാക്കിയതിൽ വേറെ എന്തോ സ്പെഷ്യൽ കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അവന് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം എന്തൊക്കെയോ കുരുമുളക് പൊടിയും അങ്ങനെ എന്തൊക്കെയോ ചേർത്തിട്ട് ഒരു മസാല ഉണ്ടാക്കി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിന് കുറച്ചാൾ അവിടെ ഇരുന്നിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ അവിടെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ ഇരുന്ന് അവരെല്ലാവരും കൂടെ അവിടെ ഇരുന്നു. ഞങ്ങൾ ടേബിളിൽ തന്നെ ഇരുന്നു. അപ്പം ഞങ്ങൾക്ക് വിളമ്പി തരികയാണ്, ഞങ്ങൾക്ക് അൽഫാമും ഇതൊക്കെ എടുത്ത് തരുമായിരുന്നു. പിന്നെ കുറേ പേരുണ്ടായതുകൊണ്ട് അൽഫാം തികഞ്ഞില്ലെങ്കിലോ വിചാരിച്ചിട്ട് ഒരു ഫുൾ ബ്രോസ്റ്റും അവർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇതിൻ്റെ കൂടെ തന്നെ എല്ലാവർക്കും ഓരോ പീസും ഈ 2 പീസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ എല്ലാവരും ഇരുന്ന് കഴിഞ്ഞ ശേഷം ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. ഇതൊക്കെ ഉണ്ടോ, കുറേ പേരുണ്ടായിരുന്നു. കുറച്ച് പേര് ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ, എല്ലാവരും ഇരുന്നിട്ടില്ല. 2-3 പേര് ഞങ്ങൾക്ക് അവിടെ സെറ്റാക്കി തരുന്നുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞാനൊക്കെ ആദ്യം പോവാം കേട്ടോ. ഇക്കാക്ക് രാവിലെ ഡ്യൂട്ടിയുള്ളതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഇറങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ വീഡിയോ. ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഓക്കെ ബൈ, അസ്സലാമു അലൈക്കും.